ശേഷം നെക്സ്റ്റ് കൺട്രിയിലേക്ക് പോകാൻ പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാനൊക്കെ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വ്ളോഗൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്തു. നമ്മളെ ഗേറ്റ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് അൽബേനിയയിലേക്കാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് നമ്മൾ ലൂട്ടണിൽ നിന്ന് നേരെ തിരാനയിലേക്കാണ് പോകുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ പോകുന്ന വഴി അറിയിക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്താലോ? കം ഓൺ ഗൈസ്. അപ്പം നമ്മളിതാ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. നമ്മൾ സെക്കൻഡ് ടൈമാണ് വിസിൽ പോകുന്നത്. എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഗായ്സ് നമ്മൾ രണ്ടാമത്തെ കൺട്രിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്, ടിരാനയിൽ. ഇറങ്ങിയപ്പോൾ തന്നെ നേരെ വലിയ എയർപോർട്ടാണ്. നമ്മുടെ സ്പിങ്സ് പോലെ ഒന്നല്ലായിരുന്നു, അടിപൊളി എയർപോർട്ടാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ KFCയും മെക്ഡിയും കുറേ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സിം എടുത്ത്, വോഡാഫോണിൻ്റെ സിം എടുത്ത് ഞാൻ 30 യൂറോ ആണ്. അതുപോലെ തന്നെ കാറും എടുത്ത്, കാറ് പോളോ ആണ് എടുത്തത്. എയർപോർട്ടിൽ തന്നെ എടുത്തത്. ടോട്ടലായത് 120 യൂറോ ആണ് ആയത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ. നേരെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. പോയി ഒന്ന് ഫ്രഷായി കിടന്നുറങ്ങി. ഇന്നിനൊന്നും നടക്കില്ല, നമ്മൾ നേരെ ഉറങ്ങും. അപ്പോൾ നമുക്ക് എന്തായാലും കാറ് നോക്കാം. ഇവിടെ എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട്. നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും എടുക്കാം. പക്ഷേ അതിന് പോളോ എടുക്കണമെന്നായിരുന്നു താല്പര്യം. അതുകൊണ്ടാണ് അവൻ പോളോ ചൂസ് ചെയ്തത്. വണ്ടി എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയതുകൊണ്ടൊരു ചെറിയ പേടിയുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ കാർ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഫുള്ളൊന്ന് വീഡിയോ എടുത്ത് വെക്കാം. കാര്യം ഇവരിനി കൊണ്ടുവന്നാൽ എന്തെങ്കിലും തട്ടി മുട്ടി എന്നൊക്കെ പറഞ്ഞാലോ എന്ന് മേടിച്ചിട്ട് ഇൻഷുറൻസ് ഒക്കെ നമ്മൾ എടുത്ത്, ബട്ട് സ്റ്റിൽ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ജസ്റ്റ് എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. എന്താ ഇത്, ബ്ലാക്ക് ലാബോ? ഇതാണ് ഗൈസ് നമ്മളെ ഹോട്ടൽ. ഗൈസ് ഇതാണ് നമ്മളെ റൂം. കൂട്ടട്ടെ. അപ്പോൾ ഒരു വാർഡ്രോബൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ റൂം. എനിക്കിഷ്ടമായി റൂം. നല്ലൊരു നൈറ്റ് ആയതുകൊണ്ടാണ്. രാവിലെ ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും കാണാൻ, മിററൊക്കെ വെച്ച്. അപ്പോൾ ഗായ്സ് നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. അടിപൊളി റൂം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു എന്താണ് നമ്മളൊരു എന്താണ് പറയുക, ഒരു ബംഗ്ലാവിൻ്റെ ഒക്കെ ഒരു സ്റ്റൈല്. നല്ല രസമുണ്ട്. അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, രാത്രിയായതുകൊണ്ട്. രാത്രി നല്ല രസമുണ്ട് കാണാം. അപ്പോൾ രാവിലെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ KFC കഴിച്ചാൽ മതിയായിരുന്നു. ഇപ്പം വിചാരിക്കുന്നത് കാറ് കുറച്ച് ടാസ്ക്കാണ്. നമ്മൾ പേടിച്ചുകൊണ്ടാണ് ഓടിച്ച് വന്നത്. കാര്യം ലെഫ്റ്റും റൈറ്റും നമ്മളൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് സോർട്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മൾ മൂഞ്ചി ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്. നാളെ രാവിലെ എണീച്ച് നമുക്ക് നമ്മളെ അൽബേനിയ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാം. നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡിയായി. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആവാനായി. ഇന്നലെ നല്ല ടയേർഡായതുകൊണ്ട് കുറച്ച് സമയം ഉറങ്ങി കൂടുതൽ. കാര്യം ഡ്രൈവ് ചെയ്ത് പോകണ്ടല്ലേ. അപ്പോൾ ഞാനും അതും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 9 മണി 9:30 അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങും. എന്നിട്ട് നമ്മളെ ഫസ്റ്റ് സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഹോട്ടൽ ഞാനിപ്പോൾ നമ്മളെ റൂമിൻ്റെ അവിടെയുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ക്ലാസി ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ജാമുണ്ട്, അത് സ്ക്രാമ്പിൾഡ് എഗ്. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ. അപ്പോൾ രാത്രി ഭയങ്കര ഭംഗിയായിരുന്നു, ലൈറ്റൊക്കെ ഇട്ടിട്ട്. നമ്മളെ റൂം ഇത് ഈ സെക്കൻഡ് ഫ്ലോറിൽ എവിടെയാണ് നമ്മളെ റൂം. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നൈസാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഇവിടെ ഓരോ കാണിച്ചു തരാം. മരമൊക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ടോ, ഓരോ പിക്ചറൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വാവ്. നമ്മളെ ഫോൺ ബൂത്തൊക്കെ ഉണ്ട് ഇവിടെ ഗൈസ്. മിക്കത്തെ ഫോൺ ബൂത്തൊക്കെ ഉണ്ട്. ഗൈസ് ഇതാദ്യമാണ് വണ്ടി ഓടിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് സാഹസികമായി
വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയാണ്. സീനില്ലാന്ന് ഞാൻ പറയുന്നത്, പക്ഷെ എനിക്കറിയില്ല. എനിക്കിപ്പോഴും ഒരു ചെറിയൊരു നെഞ്ഞേശം ഇന്നലെ ഭയങ്കര ഇതായിരുന്നു, പക്ഷെ ഇന്നിപ്പോൾ കുറച്ച് ലെവലായ പോലെ എനിക്ക് തോന്നി. നമ്മളിത് നല്ല രസം ഇട്ട സ്ഥലം കാണാൻ, ഫുൾ മൗണ്ടൻസും ഫുൾ പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേബിൾ കാറിലാണ് നമ്മൾ ഫസ്റ്റ് സ്ഥലം. അപ്പോൾ നമ്മളിതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ്. കേബിൾ കാർ. നല്ല ചൂടാണ് ഗൈസ്, കരിഞ്ഞു പോയി. ഒരു ക്യാപ്പ് വാങ്ങിച്ചു വെക്കണം. 20-25 ഡിഗ്രി അങ്ങനെ ഇടാം, ഹോട്ട്. പക്ഷെ ഇന്ന് ഞാൻ നല്ല വെയിലല്ല കണ്ടേ, നല്ല മഴയാണ് ഇന്നും ഇന്നലെയും കണ്ടേ. പക്ഷെ നല്ല വെയിലുണ്ട്. പക്ഷെ നല്ല പ്ലേസ് കേട്ടാ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ. ലിവ് ലവ് എൻജോയ്. ഓക്കെ, dead quiet summer nights, the look in her eyes. It's a long drive from here. I'll sleep, you steer from here to home, to home, to home. ഗായ്സ്, അങ്ങനെ നമ്മളൊരു ATV റൈഡ് എടുക്കാൻ തീരുമാനിച്ചു. ഇതാണ് വണ്ടി, കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ അതുമാണ് ഓടിക്കാൻ പോകുന്നത്. എനിക്ക് ഓടിക്കാനൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ഇതൊക്കെ പാറ് കൊള്ളാട്ടാ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണിത്. അധികം ഇങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. അയ്യോ, ചത്ത് 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 ചത്ത്. നമ്മള് തിരിച്ചു പോവാണ് ഗൈസ്. അപ്പൊ അടിപൊളിയിട്ടായ മൗണ്ടനൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാന്ന് അറിയാം. നമ്മളെ ATV അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ATV കിട്ടിയത്. ഇവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവനെ ഓടിച്ചത് എനിക്കിങ്ങനെ നെഞ്ചത്തിന് ഇങ്ങനെ ടക്ക് ടക്ക് ടക്കാര് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കൊക്ക പോലത്തെ സ്ഥലമാണ്. എനിക്ക് പേടി ഉണ്ടായിരുന്നു, പക്ഷെ നൈസായിരുന്നു കേട്ടോ. പൈസ ഒക്കെ വർത്താണ്. 30 യൂറോ ആണ് ആയത്. അതായത് ഒരു എത്ര 20 ഉണ്ട്, അത്രയൊക്കെ ആയിട്ടില്ല. വലിയ റേറ്റ് ഒന്നും ഇല്ല. വർത്താണ്, ഇതും വർത്താണ് കേട്ടോ. ഇവിടെ നമുക്ക് നമ്മൾ 1 hour സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ, പക്ഷെ 1 hour ഒന്നുമില്ല. നമ്മളിവിടെ ഒരു 10:30 എത്തത്. ഇപ്പൊ സമയം 12-18 ഒരു 1.5 hours ഇവിടെ എങ്ങനെയാണ് നമുക്ക് ചിലവാകും. പക്ഷെ കാണാനുണ്ട് കേട്ടോ, എന്ത് ഭംഗിയാന്ന് പറയാം കാണാൻ. ഭയങ്കര ഭംഗി. അമ്മേ, താഴോട്ടോക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഫുൾ മൗണ്ടൻ വ്യൂസ് ആയിരിക്കും കാണാം. പക്ഷെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഫുൾ ടിരാന സിറ്റി മാത്രമല്ല, ഫുൾ അൽബേനിയ നമുക്ക് കാണാൻ പറ്റും. അത്രയും ഭംഗിയുണ്ട് കാണാൻ. അതായത് 2 പാരലൽ വേൾഡിൽ നിൽക്കുന്ന പോലെയാണ്. നമ്മൾ ഒരു സൈഡിൽ മൊത്തം ഭയങ്കര പീസ്ഫുൾ, ഭയങ്കര ഈ മറ്റേ ജീവികളൊച്ച കിച്ച് 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 കിച്ച്. അപ്പുറത്തെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ബിൽഡിങ്സ്. എത്ര ബിൽഡിങ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്. ശരിക്കും ഒരു ഭയങ്കര വർത്തായിട്ട് എനിക്ക് തോന്നി ഈ ഒരു കേബിൾ കാറ്. അപ്പം എൻ്റെ ഫേസൊക്കെ ഞാൻ കറുത്തു. ഇവിടെ നല്ല ചൂടാട്ടോ, നല്ല ചൂടാ. നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ചൂടാക്കാന്നല്ല. എൻ്റെ ചെവിയൊക്കെ അടഞ്ഞിട്ട് ഇപ്പോൾ തുറന്നിട്ടില്ല.
താഴെയൊക്കെ കുറേ വീടൊക്കെ ഉണ്ട് കേട്ടോ, കുറേ വീടും സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എന്നാലും കൊള്ളാം, നൈസാ. ചെവി തുറന്നിട്ടേ ഗൈസ്, ഞാൻ കരിഞ്ഞു പോയി. അപ്പൊ നമ്മള് കേബിൾ കാറൊക്കെ കഴിഞ്ഞ് ഇത് നമ്മള് ഏതായിരുന്നു ബസാറിന്റെ പേര്? എന്തോ ഒരു ബസാർ. നമുക്ക് ഇവിടുത്തെ പ്രൊണൗൺസിയേഷൻ ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇതിൽ തന്നെ ഇവർ പറയുന്നത് എന്താണ്, കേബിൾ കാർ എന്നല്ലേ ഇവർ പറയും. അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ് നമുക്ക് പറയുന്നത്. പാസ്പോർട്ട, പിന്നെ എന്താണ് അങ്ങനെ ഒരു അതിന് എന്തോ ടീയും മേയും എന്തൊക്കെയോ കൂടുതലുള്ള പോലെയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാണ്. എന്നിട്ട് അത് അവിടെ നമ്മൾ നേരെ ബരാത്തിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ നേരെ റൂമിൽ സറാണ്ടല്ല റൂം എടുത്ത്, എന്നിട്ട് അവിടെ നമ്മൾ ഇന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ സറാണ്ടൊക്കെ കറങ്ങി അങ്ങനെ കുറച്ച് ബ്ലൂ ആയി അങ്ങനെ കുറച്ച് സെറ്റപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തെത്ത് പോകും. തെത്ത് പോകാനാണ് അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളത്. തെത്ത് ഇതേപോലെ ഫുൾ മൗണ്ടൻ ഒക്കെ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് വിടാം. കാറ് ഇപ്പോഴും ഇങ്ങനെ ശരിയായി വരുന്നുണ്ട്. അപ്പോൾ കാർ എത്തുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം നോക്കാം. അപ്പോൾ ഇനി നമുക്ക് 35 കിലോമീറ്റർ, അതായത് 1 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്യണം. ഭയങ്കര ചൂടാട്ടാ. ഏച്ചി എന്തിനാ ഓഫാക്കിയേ? അങ്ങനെ നമ്മൾ ബസാറിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ താഴെ ഒരു 100 മീറ്ററിന് താഴെ പാർക്കിംഗ് ഉണ്ട്. നമ്മളിങ്ങനെ ബസാറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഗൈസ്, കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിതാ ബസാറിൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് വാങ്ങിക്കാൻ. നമ്മളിങ്ങനെ അതൊക്കെ ഒന്നും വാങ്ങിച്ചില്ല. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. നല്ല രസമുണ്ട് നടക്കാൻ. അപ്പം ഞാൻ ക്രോക്സ് ഇട്ടതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലിപ്പറിയാണ് ഇവിടുത്തെ സ്റ്റോണ്. കുറേ നല്ല നല്ല പിക്ചേഴ്സൊക്കെ കിട്ടിയിട്ടാണ് നമുക്ക്. ഞാനിങ്ങനെ നടന്ന് ഓരോ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ റേറ്റൊന്നും ഇല്ല കേട്ടോ. നമുക്ക് നോക്കാം. ഇതാണ് എൻ്റെ ചിക്കൻ ഫില്ലറ്റ്. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ചായിട്ട് ബീഫും പോർക്കും ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. കാര്യം എനിക്ക് അലർജിയാണെന്ന് തോന്നുന്നു. കാര്യം അത് കഴിച്ച് എനിക്ക് അപ്പം പ്രഷർ ഹൈ ആവും, തലചുറ്റലും ഛർദി എല്ലാ സീന്. അതുകൊണ്ട് ഞാനിപ്പം പൂർണ്ണമായിട്ടും റെഡ് മീറ്റ് മൊത്തം ഞാൻ നിർത്തി. ഇപ്പം ഞാൻ ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. ഭയങ്കര കാറ്റിട്ട് ഇടാം. അത് വാങ്ങിച്ചത് കൊഫ്തയും ബ്രെഡും ആണ്. പിന്നെ ഒരു ലെമണേഡ് ഇട്ട്. ഇതാണ് ഗൈസ് നമുക്കിവിടെ ഫുഡ് കഴിച്ചിട്ടായത്. അതായത് വെറും 20 യൂറോ അല്ല, 20 യൂറോ. ബില്ലൊന്നും ഇല്ല കേട്ടോ. അതും ഇപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിരുന്ന ചെയറൊക്കെ ഞാൻ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചേട്ടാ ഗൈസ്. അപ്പോൾ ഞാനിതാ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടാ. എനിക്കിങ്ങനെ ഇഷ്ടമോ അങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ നല്ല രസമുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ച്. ഇപ്പോൾ ഒന്നും കൂടെ അതും അവിടെ ഇരിക്കണം എന്നുണ്ട്. ഓനിരുന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ പിന്നെയും സാധനം മേടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ടുള്ള നോക്കട്ടെ നമുക്കുള്ള എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും പിന്നെ എൻ്റെ അവിടെ ഒരു റെസിഡൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ നല്ല പുള്ളിക്കാരൻ്റെ കയ്യിൽ കുറേ ക്രോക്കറീസ് ഒക്കെ ഉണ്ട്. ക്രോക്കറീസ് തന്നെ അതിന് പറയാം. ക്രോക്കറീസ് തന്നെയല്ല, നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു നല്ല ട്രഡീഷണൽ ഗ്ലാസ് ഒക്കെ. പക്ഷെ അത് ബ്രിട്ടീഷ് സ്റ്റൈലാണ് പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ വരുമ്പം എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുത്തരണം. അപ്പോൾ ഞാൻ പുള്ളിക്കാരത്തേക്ക് കുഞ്ഞൊരു കപ്പും ഒരു സോസറും അതുപോലെ തന്നെ ഒരു കുഞ്ഞൊരു ബൗള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതും എനിക്കൊരു സിൽവറിൻ്റെ ഒരു റിങ് വാങ്ങിച്ച് തന്നു. താങ്ക് യു. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ 2-3 ട്രഡീഷണൽ പൗച്ച് മീൻസ് പേഴ്സ് ടൈപ്പ് സാധനവും 2-3 ബ്രേസ്ലെറ്റും പിന്നെ കുറച്ച് ഫ്രിഡ്ജ് മാഗ്നറ്റ്സും ഒക്കെ വാങ്ങിച്ച്. അപ്പോൾ അങ്ങനെ നമ്മളിനി നെക്സ്റ്റ് ബെറാത്തെന്നോ അതെങ്ങനെ വേണ്ടിക്കുള്ള പ്രൊണൗൺസ് ചെയ്യുക. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്ക് പോവുകയാണ്. ബെറാത്ത് എന്ന് പറയുന്നത് 1000 വിൻഡോസ് ഓഫ് എന്തായിരുന്നു 1000 വിൻഡോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ നല്ല രസം കുഞ്ഞു ഇങ്ങനെ കുറേ വീടുകളൊക്കെ ഇങ്ങനെ അടുപ്പിച്ച പോലത്തെ ഒരു സെറ്റപ്പാന്ന് തോന്നുന്നത്. നമുക്ക് പോയി കാണാൻ എന്താ സംഭവം എന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിടാണ്. ഇവിടുന്ന് ഇനി 2 മണിക്കൂർ യാത്രയുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ നേരെ സറാണ്ടയിൽ റൂം ചെക്ക് ഇൻ ചെയ്യും. എന്നിട്ട് നമുക്ക് നോക്കട്ടെ സറാണ്ടയിൽ രാത്രി ബീച്ചിൽ വെറുതെ ഒന്നിങ്ങനെ ബീച്ചൊക്കെ വേണ്ടിയൊക്കെ വൈബ് അടിക്കാൻ പോലെ രാത്രി.
ഗൈസ്. അപ്പോൾ ഇതാണ് ബെറാത്ത്. എന്ത് ഭംഗിയാണെന്നല്ലേ കാണാൻ, ആ മൗണ്ടൻസും. വാ, വാട്ട് എ പ്ലേസ് മാൻ. നമുക്കിവിടെ ഒരു വീടുന്നാലോ. പൊളി കേട്ടോ, എന്ത് രസം അറിയാമോ കാണാൻ. ഭയങ്കര ഭയങ്കര ഭംഗി, ക്യൂട്ടായിട്ടുള്ളൊരു പ്ലേസ്. ഇങ്ങനെ നടക്കാം, കുറേ നടക്കാനുണ്ട്. പക്ഷെ നമുക്ക് വണ്ടി ഇപ്പോൾ ഇവിടെ വെക്കുന്ന ഒരു കൺഫ്യൂഷനിലാണ്. വണ്ടി വെച്ചിട്ട് വേണം നമുക്ക്. ഇതാണ് നമ്മളെ സ്ഥലം. ഭയങ്കര ബ്യൂട്ടി കേട്ടാ, എന്തൊരു ഭംഗിയാണെന്നറിയാം. ഇപ്പോൾ സണ്ണും കൂടെ പോയതുകൊണ്ട് നല്ല സുഖമുണ്ട്. നമുക്കിങ്ങനെ വോക്ക് ചെയ്ത് ഇങ്ങനെ പോവാം. രണ്ട് സൈഡും ഉണ്ട്. നമ്മളിങ്ങനെ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് നമ്മളിതിങ്ങനെ പോവുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ചെറിയൊരു തോടല്ലേ ഇത്, എന്താ പറയാന്, തോടല്ലേ, കനാല് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വൃത്തിയായിട്ട് മണം, ചളി മണമാണ്. ഇവിടെ ഇങ്ങനെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. കുറേ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പോകുന്നതിലേക്ക് ലൈറ്റൊക്കെ പോയി ഗൈസ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഈ സ്ഥലത്ത് കണ്ടോ. രാത്രി ഇവിടെ ഫുള്ള് വൈബാണ് കേട്ടോ. അതിൻ്റെ മേലെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നൈറ്റ് വൈബാന്ന് തോന്നുന്നു ഇവിടെ കേട്ടോ. ഞാനിതിങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്രിഡ്ജിൻ്റെ അടുത്ത് കൊണ്ടിട്ട് നടന്നുകൊണ്ടിരിക്കുക. ആകാശം നോക്കിയാൽ ഓറഞ്ച് അൽ ഫോട്ടോഗ്രാഫർ ഓൺ ദി ഇൻ ദി ഫ്രെയിം. ഇതാണ് ഇവിടുത്തെ നൈറ്റ് വൈബ്. നമ്മൾ നേരത്തെ പോയ പാലാണ്, അത് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഭയങ്കര ഒച്ചപ്പാടാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നൈറ്റ് നല്ല വൈബാണ്. അപ്പോൾ നമ്മളിനി ഫുഡ് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഇവിടെ ഷവർമ്മ തിരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കാം ഷവർമ്മ ഉണ്ടോയെന്ന്. അങ്ങനെ നമുക്ക് ഷവർമ്മ കഴിച്ചിട്ട് നേരെ സറാണ്ടയിലേക്ക് വിടാം. ഇപ്പോൾ തന്നെ ഇരുടായി. എങ്ങനെ ഡ്രൈവിംഗ് ഒന്നും എനിക്കറിയില്ല. രാത്രി എനിക്കൊരു ടെൻഷൻ ഉണ്ട്. എന്നാലും നമുക്ക് നോക്കാം. ഇവിടുന്ന് 3 മണിക്കൂറുണ്ട് സറാണ്ടയിലേക്ക്. എന്നാലും എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോവാം. ഷവർമ്മ തന്നെ വാങ്ങിക്കാം. ചിക്കൻ ഡോൺ, ചിക്കൻ കബാബ്, എന്നിട്ട് നമുക്ക് അറിയാൻ നോക്കാം. 2 ഷവർമ്മയും 2 ബുറീറ്റോ ആണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കൊന്നും തിന്നാൻ കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് എത്രക്കാർ സാധനം വാങ്ങിച്ചത്. നമ്മൾ ഡൊറീറ്റോ കവറിലാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാറിൽ പോയിട്ടിരുന്ന് സമാധാനമായിട്ട് തിന്നാന്ന് വെച്ചിട്ടാണ് നമ്മൾ. സോറി ഗൈസ്, ഡൊറീറ്റോ അല്ല ബുറീറ്റോ. ഡൊറീറ്റോ ചിപ്സാണ്. എനിക്കിഷ്ടമാണ് ആ ചിപ്സ്. അപ്പോൾ നല്ല വൈബുള്ള പ്ലേസ് കേട്ടോ. ഫുൾ ആൾക്കാരാണ് ഇപ്പോഴും. അപ്പോൾ ലൈറ്റൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇനി നമ്മൾ സറാണ്ട് എത്തി റൂമിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ സറാണ്ട് എത്തിയിട്ട് കാണാം. ബൈ. അപ്പോൾ മോർണിംഗ്. അപ്പോൾ നമ്മൾ സെറാണ്ടയിലെത്തി. ഇന്നലെ രാത്രി ഇന്നലെ ലേറ്റായി. ഒരു 2 മണിക്കൊക്കെയാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ റൂം അത്ര അടിപൊളിയല്ലായിരുന്നു. നമ്മൾ ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടും കുറച്ച് ഷോക്കായിട്ട് തോന്നി. പിന്നെ എനിക്ക് വന്നപ്പോൾ ഇവർക്ക് ആർക്കും ഭാഷ അറിയില്ല. സോ നമ്മൾ കാർഡായിരുന്നു നമുക്ക് പേയ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മൾ പെട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ റൂമൊന്നും കാണിക്കുന്നില്ല. കാര്യം റൂമൊന്നും അത്ര ഭയങ്കര സംഭവമൊന്നുമല്ല. നമ്മൾ ഫസ്റ്റ് നിന്നതിൻ്റെ അത്ര സൂപ്പറൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് റൂം കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ബ്ലൂ ഐയിലേക്ക് ഇറങ്ങാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. അപ്പോൾ നമുക്ക് വിട്ടാലോ? ഒലീവൊക്കെ നോക്ക്, പലതരത്തിൽ. ഇവിടെ ഇവർക്ക് ഒലീവ് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. പലതരത്തിൽ ഒലീവ്സൊക്കെ കാണാം. അപ്പോൾ ഇതാണ് സെറാണ്ട. നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ട് പാർക്കിങ്ങിന് സ്ഥലമില്ലായിരുന്നു. ഇവിടെ പാർക്കിംഗ് ഇല്ല ഈ ഹോട്ടലിൽ. കാര്യം ഇവിടെ സ്ഥലമില്ല വെക്കാൻ. അത്രയും റോഡിൽ തന്നെയാണ് ഈ ഹോട്ടലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി കയറ്റി ഇട്ടിട്ടുണ്ട്. എന്താവെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. നല്ല ബ്ലോക്കാണ്. നമ്മൾ വഴി തെറ്റി. നമ്മൾ ഈ വഴിക്ക് എല്ലാവരും ശരിക്കും വരേണ്ടത്. ഇവൻ വഴി തെറ്റിച്ച്. നമ്മളിത് നല്ല ബ്ലോക്ക്. ഇതൊരു അല്ല, നീയാ തെറ്റിച്ച. മാപ്പ് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ട് ഇവൻ ഇങ്ങോട്ടേക്ക് വന്നു ഗൈസ്. ഇത് പക്ഷെ ഒരു കുഞ്ഞു വഴി കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം കുഞ്ഞു വഴിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സറാണ്ട അത്ര. നമ്മളത്ര കാര്യം സമയം നിന്നിട്ടില്ല. പക്ഷെ എന്നാലും വന്ന വെച്ച് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഗൈസ്, നമ്മളിതാ ബ്ലൂ ഐയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പൊക്കെ പാറിപ്പോകുന്നറിയില്ല.
നല്ല വെയിലുണ്ട്. അവിടെ ഒരു അവിടെ നല്ലൊരു സെറ്റപ്പ് ഉണ്ട്. നമുക്കിങ്ങനെ വണ്ടിയിൽ പോകാൻ പറ്റും. പക്ഷെ അത്ര പൈസയാണെന്നറിയില്ല. കാര്യം എൻ്റെ കയ്യിൽ പൈസയില്ല, കാർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. കാര്യം അങ്ങോട്ടോളം വരെ നടക്കുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ തന്നെ നടന്ന് കുഴഞ്ഞ് ഗൈസ്. നമ്മൾ ട്രെയിനിന് ടിക്കറ്റ് എടുത്തു. അപ്പോൾ 300 മറ്റേ സാധനം 300 ഇവരുടെ പൈസയാണ്. ലക്ക് 300 ലക്ക്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നോക്കാം. ഞാൻ കയറുന്നെടുത്ത് ട്രെയിനാണ്, ട്രാമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കയറി. അപ്പോൾ നല്ലൊരു വ്യൂ ഉണ്ട്. ഞാൻ കാണിച്ചിറങ്ങി റൗണ്ട് അടിച്ച് വരുമ്പം. അപ്പോൾ കുറേ നടക്കാനുണ്ട്. ഈ വെയിലത്ത് നടക്കുക നമുക്ക് നടക്കൂല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. നമുക്ക് എന്തായാലും നോക്കാം. ഭയങ്കര ഒച്ചയാണ്. ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല. ഗൈസ്, അതൊരു അടിപൊളി യാത്രയായിരുന്നു. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം, ഒരിക്കലും നിങ്ങൾ നടക്കാൻ നിൽക്കരുത്. കാര്യം അത്ര കാര്യം നടക്കാനുണ്ട്. നമ്മളൊരു പാലമൊക്കെ കടന്ന് ഒരു കാട്ടിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ബ്ലൂ ഐ കാണാൻ നമുക്ക് നോക്കാം എത്രത്തോളം ഭംഗിയുണ്ടെന്ന് കണ്ടറിയാം. വാവ്, that's really nice. I think നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. പണ്ടൊക്കെ ഇവിടെ ഇറങ്ങാമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ കുറേ ആക്സിഡൻസ് ഒക്കെ സംഭവിച്ചുകൊണ്ട് സ്വിമ്മിങ് ഒന്നും പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് ബ്ലൂ ഐ. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മൾ കാത്തു നിന്ന് മുഹൂർത്തം. അപ്പോൾ ഇതാണ് ബ്ലൂ ഐ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിൻ്റെ ആഴം എത്ര ഉണ്ടെന്ന് ഇവിടെയുള്ള ആർക്കും അറിയാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യം. അത്രയും ഡീപ്പാണ് അത്ര. ഇതാണ് സംഭവം. അപ്പോൾ അതാണ് ബ്ലൂ ഐ. അങ്ങനെ ഭയങ്കരമായിട്ട് വാവ് എന്ന് പറയാനൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അടിപൊളി പട്ടിയുണ്ട്. ഒരുത്തം പെട്ടെന്ന് വന്നിട്ടേക്കായി ഇതാണ് ബ്ലൂ ഐ. അപ്പോൾ അത് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ട്. ഒന്നുമില്ല, ആ ഒരു നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര അങ്ങനെ അത്രമാത്രം ട്രാവൽ ചെയ്ത് വരാനുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിഷ്ടപ്പെട്ടു ആ ഒരു ചെറിയൊരു സാധനം കാണാൻ വേണ്ടി മാത്രമാണ് ആൾക്കാരിവിടെ വരുന്നത്. എന്തായാലും കൊള്ളാം. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്ത് പോകാൻ വെറുതെ ഇനിയുള്ള ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പോയാലോ, കമാട്ട്. ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നല്ല നല്ല പുഴയുടെ അരുവിയുടെ ശബ്ദമൊക്കെ കേട്ട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. ഉണ്ടോ, നല്ല രസമുണ്ട് കളറ് നല്ല ഗൈസ്. അപ്പോൾ നമുക്ക് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ ഇവിടെ പൈസ മാത്രമേ എടുക്കുള്ളൂ. അൽബേനിയയിൽ വരുന്നുണ്ടെങ്കിൽ, അല്ല മീൻസ് ബ്ലൂ ഐയിൽ വരുന്നുണ്ടെങ്കിൽ ഇവർ കാർഡൊന്നും എടുക്കില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നോട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പൗണ്ട്സ് കൊടുക്കാമെന്ന് പറഞ്ഞു, കോയിൻ. അപ്പോൾ ഇവർ കോയിൻ എടുക്കില്ല, ഇവർ പൗണ്ട്സ് നോട്ടേ എടുക്കുള്ളൂ. അപ്പം നമ്മൾ തിരിച്ച് നടന്നിറങ്ങേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് നടന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. എപ്പോൾ താഴെത്തുന്നത് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. അയ്യോ മടുത്ത്. ആകെ 5 മിനിറ്റായിട്ടേ ഉള്ളൂ നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്കിപ്പോൾ തന്നെ മടുത്ത്. കാര്യം നല്ല വെയിലാണ്. നോക്കാം. അയ്യോ
അപ്പോൾ ഗായ്സ് നമ്മൾ ഷാമിലെത്തിയിരിക്കുകയാണ്. ഷാമിൽ ഞാൻ തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യാൻ എനിക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി വെച്ച് അൽബേനിയയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചാണ് ഷാമിൽ ബീച്ച് എന്നാണ് ഗൂഗിൾ പറയുന്നത്, എനിക്കറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ പാർക്കിങ്ങിൽ നമുക്ക് 600 ലെക്കാണാവുക. ഇതാണ് ഇവിടുത്തെ പൈസ ലെക്ക്. ഇത് 500. അയ്യോ പൂ നോക്ക്, അയ്യ പൂവുണ്ടോ, നല്ല രസമുണ്ട് പൂവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി വെച്ചിട്ട് താഴോട്ടേക്ക് പോവാം ബീച്ചിൽ. ഗൈസ് അപ്പം ഞാൻ ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടി റെഡിയായി, ഔട്ട്ഫിറ്റൊക്കെ മാറ്റി ഒരു ഷോർട്ട്സും ഒരു സെറ്റപ്പൊക്കെ ഇട്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. അതും ഇറങ്ങുന്നില്ല, അവൻ ഭയങ്കര പേടിയാണ്, അവന് വെള്ളം പേടിയാണ്. പിന്നെ ഓരോരോ കാരണങ്ങളെ. ഗൈസ് അപ്പം നമ്മളിതാ ടർക്കോയിസ് വാട്ടറിലാണുള്ളത്. ഇപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ, നല്ല ഭംഗിയിൽ കാണാൻ. ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാരുണ്ട്, അപ്പം ഞാനും കുറച്ച് ഫോട്ടോകളൊക്കെ ആയി കിടക്കണ്ട. അപ്പം നമ്മൾ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടാണ്. ഇത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാണ്. എന്നിട്ട് ഞാനിവിടെ പരതി വന്ന്, ഇത് ഭയങ്കര പീസാണ്. അപ്പുറത്ത് ഭയങ്കര പാട്ടും ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ സീറ്റൊന്നും ഇല്ലായിരുന്നു ഇരിക്കാൻ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് കാമായിട്ട് ഇങ്ങനെ ഇരുന്ന് കടലൊക്കെ കണ്ട് കഴിക്കാം. പിന്നെ ഒരു വലിയ ചേഞ്ചസ് ഉണ്ട്, നമ്മൾ തെത്തിൽ പോകുന്നില്ല. കാര്യം ഇവിടെ നിന്ന് 6 hours ഡ്രൈവ് ചെയ്യണം. അപ്പോൾ അതൊരു വയ്യാന്ന് പറഞ്ഞ്. പിന്നെ കൂടാണ്ട് ഇന്ന് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചാൽ, കാര്യം ഇത് നല്ല സ്ഥലമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. നല്ല ടർക്കോയിസ് ബീച്ചും പിന്നെ നല്ല കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് ഇതാണ്. അപ്പോൾ ഇവിടെ ബെഡൊക്കെ ഉണ്ട്. ബെഡിന് 15 euro ആണ്. നമ്മൾ ബെഡൊന്നും എടുക്കുന്നില്ല, കാര്യം നമുക്ക് ഓൾറെഡി സൺ ബേണിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി കറുത്തിട്ടാണ്, സൺ ടാൻ്റെ ആവശ്യമൊന്നുമില്ല. കാര്യം നമ്മൾ ഓൾറെഡി അത്ര ഭയങ്കര വെളുത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. ഇതാണ് അപ്പോൾ ഷാമിൽ നമ്മൾ നിൽക്കുന്ന ഫ്ലാറ്റ് ഷെയർ റൂം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇതാ ബീച്ചിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ സൺ ബെഡൊക്കെ ഫുൾ മടക്കി വെച്ച് നല്ല സണ്ണ്. അപ്പോൾ ആരുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല പിക്കൊക്കെ എടുക്കാം. ഭയങ്കര കടലിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും. അടിപൊളിയാണ് ഗായ്സ്. സൺസെറ്റ് നമ്മളിതാ നൈറ്റ് വൈബ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ക്യാൻഡിലല്ല, ഇതൊരു ലൈറ്റാണ്. ഇപ്പോൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ കഴിച്ച് ഭയങ്കര ഒച്ചപ്പാടാണ്. കാര്യം പാട്ടൊക്കെ വെച്ച് ഫുൾ ഓൺ വൈബാണ് ഇവിടെ. അപ്പോൾ എൻ്റെ തൊട്ട് ബാക്കിൽ കണ്ട സീയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ലഞ്ച്. ഇതിപ്പോൾ ഒരു മൊജീറ്റോയും ഒരു ബിയറും അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മൾ കുറച്ച് ഫുഡ്. ഇപ്രാവശ്യം നമ്മൾ KFC ബർഗറും ഒന്നും നമ്മൾ കഴിച്ചില്ല. നമ്മൾ ഫുൾ ഇവിടുത്തെ ഫുഡല്ല കഴിച്ച്. ഫുൾ ഇവിടുത്തെ ഫുഡൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. എല്ലാം കൊള്ളട്ടെ. എനിക്ക് ഇവിടെ കൂടുതലുള്ളത് സീ ഫുഡ്സാണ്. അപ്പോൾ ഞാനിപ്പോൾ ഷ്രിമ്പും മഷ്റൂമാണ് ഓർഡർ ചെയ്തത്. ഏതൊരു ഓർഡർ ചെയ്തത് ചിക്കൻ. ഞാനാണ് ഫസ്റ്റ് ചിക്കൻ ഫുള്ളായിട്ട് ട്രൈ ചെയ്തത് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ബീഫും പോർക്കൊന്നും കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഫസ്റ്റ് ഇതിൽ. അതിന് ഇവനത് ഭയങ്കര ഇഷ്ടം. ഇവനിപ്പോൾ ഉച്ചക്കും അതാണ് കഴിച്ചത്, ഇപ്പോൾ രാത്രി അതാണ് കഴിക്കുക. ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം, പക്ഷെ ചെയ്തില്ല. ഓക്കെ, ദാറ്റ്സ് ഹിസ് ചോയ്സ്, നമുക്കൊന്നും പറയാനില്ല, പോട്ടെ. അപ്പം ഞാൻ എൻ്റെ മൊജിറ്റോ വന്ന് ഞാനത് ട്രൈ ചെയ്ത് നോക്കണം. ഇവൻ പറഞ്ഞു ഇവൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് പോലത്തെ ടേസ്റ്റാണ്. ഇത് മൂക്ക് കയറുന്നതിൻ്റെ ഇതാ സാധനം. ഇവൻ തന്നെ ഇത് കുടിച്ച് തീർക്കേണ്ടി വരും ഗൈസ്. അയ്യോ, ഞാൻ ബിയർ കുടിച്ചോളും. ബിയർ കാണിച്ചോളാം. ബിയറൊക്കെ ഇട്ടത് ഏതൊരു ചോയ. ഞാൻ റോസീറ്റോ എന്ന് പറഞ്ഞ സാധനമാണ് കഴിച്ചത്. ഷ്രിമ്പും മഷ്റൂമും. നമ്മുടെ ചോറിൻ്റെ അകത്ത് കൊഞ്ചനും മഷ്റൂമും ടൊമാറ്റോസൊക്കെ ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വൈബ് വൈബ്. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഷാമിലെ ലാസ്റ്റ് ഡേ ആണ്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇവിടുന്ന് പോകാൻ. ഇവിടെ ഭയങ്കര വൈബാണ്, നൈറ്റൊക്കെ ഫുൾ അടിച്ചു പൊളി. നമ്മളിതിപ്പോൾ 12 മണിയായി, എന്നിട്ടും ആൾക്കാരുണ്ട് പുറത്ത്. ഫുൾ ഓൺ വൈബ്. ഞാനും അതും ശരിക്കും എൻജോയ് ചെയ്ത്. അപ്പോൾ തെത്തിൽ പോവാത്തതിൽ വിഷമില്ല. കാര്യം ഇവിടെ അത്രയും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഫുള്ള് ഡാൻസും പാട്ടും, കുറേ ആൾക്കാർ ഡാൻസ് കളിക്കുന്നു, കുറേ ആൾക്കാർ പാട്ട് പാടുന്നു. അടിപൊളി. നല്ല ഫുഡ് ഒക്കെയായി. ശരിക്കും പറഞ്ഞാൽ അൽബേനിയയിൽ നിന്ന് ഇപ്പോൾ പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാര്യം ഞാൻ പറഞ്ഞ ഒരു അണ്ടർ റേറ്റഡ് ആയ ഒരു കൺട്രിയിൽ വന്നിട്ട് ഇത്രയും എക്സ്പീരിയൻസ് കിട്ടില്ല. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നാളെ നമ്മൾ രാവിലെ 2-3 സ്ഥലം കൂടെ കവർ ചെയ്യാറുണ്ട്. സോറി ഗൈസ്, ഞാൻ എൻ്റെ വേസ്റ്റൊക്കെ കെട്ടിയതിട്ടതാണ്. അപ്പം ഇവിടെ 2 ബെഡുണ്ട് കേട്ടോ. ഈ റൂം ഞാൻ കാണിച്ചില്ലല്ലോ. ഇവിടെ 2 ബെഡുണ്ട്. പിന്നെ ഇങ്ങനെ പുറത്തേക്ക് നമുക്കൊരു ഡോറുണ്ട്. ഞാൻ കാണിച്ചു തരാം. പുറത്തേക്ക് ഇങ്ങനെ ഒരു ഡോറുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വ്യൂ കാണാൻ പറ്റും. മോർണിംഗ് നമുക്ക് നല്ല വ്യൂ ആയിരിക്കും. അപ്പോൾ നല്ല റൂമാട്ടോ, നല്ലൊരു ഡീസൻറ്റ് റൂമാണ്. എത്ര നമുക്കൊരു 45 യൂറോ ആണ് ആയത്. പൗണ്ട്സിൽ വരുമ്പോൾ ഏകദേശം ഒരു 37 പൗണ്ട്സാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ കിടക്കാൻ പോവാണ്. രാവിലെ എണീക്കണം. ഇപ്പം തന്നെ 12 മണിയായി. അപ്പോൾ എന്താ പറഞ്ഞേ, അപ്പം നാളെ നമ്മൾ രാവിലെ എണീച്ച് 2-3 സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട്. അതും കൂടെ കണ്ടിട്ട് നേരെ 9 മണിക്കാണ് ഫ്ലൈറ്റ്. നേരെ എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ ഗോയിങ് ടു മിസ് അൽബേനിയ. അപ്പോൾ നാളെ കാണാം ഗായ്സ്. ഗുഡ് നൈറ്റ്. അപ്പം നമ്മൾ മോർണിംഗ് തന്നെ എണീച്ചു. ഡ്രസ്സൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ്. നല്ല രസമുണ്ട്. കാണാം. ഇതൊക്കെയാണ് കട്ട് ചെയ്ത് തന്നാൽ ഇതെന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. ഹാമ്, ഒലീവ്സ്, ചീസ്, ടൊമാറ്റോ. അപ്പോൾ എനിക്ക് ഹാം കഴിക്കാൻ പറ്റില്ല. ഇത് ഒഴിനോടെ വിളിച്ച സാധനമുണ്ട്. ബ്രെഡുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഷാമിലിന് ഞാൻ തോന്നുന്നു ബായ് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ നേരെ ടിരാനയിൽ പോയി ടിരാന കുറച്ച് സമയം എക്സ്പ്ലോർ ചെയ്ത് അവിടെ നിന്ന് ഫുഡ് കഴിച്ച് നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കേണ്ടതുകൊണ്ട് മാത്രമാണ് ആ ഡ്രസ്സ് ഇട്ടത്. കാര്യം ഭയങ്കര ചൂടാണ്. നല്ല ഡ്രസ്സാട്ടോ അത്. ഭയങ്കര അങ്ങനെ ചൂടൊന്നും അറിയുന്നില്ലായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ കൂടുതൽ ഞാനങ്ങനെ ഫ്രോക്സ് ഒന്നും കുറേ സമയം ഇടാറില്ല. അതുകൊണ്ട് ഞാനത് മാറ്റി കുറച്ച് കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ഇട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മൾ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ് നമ്മളെ റൂമിന്. ഇതാണ് നമ്മളെ റൂം. സത്യം പറഞ്ഞാൽ എല്ലാ കൺട്രിയിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ നമുക്ക് പോകേണ്ടതാണ്. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സ്ഥലം. ഭയങ്കര പീസ്ഫുള്ളാണ്. ഭയങ്കര നാച്ചുറൽ, ഭയങ്കര നേച്ചറായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ സ്ഥലം. വണ്ടീൻ്റെ പെട്രോൾ തീരാനായി. നമ്മളിതാ പെട്രോൾ പമ്പ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു കുന്നിൻ്റെ മേലെയായിട്ട് പെട്രോൾ പമ്പും കാണാനില്ല. അപ്പോൾ ഒരു 200 3 പെട്രോൾ പമ്പിൽ കയറി. 3 പെട്രോൾ ഒരു 500 മീറ്ററിൽ കാണുന്നുണ്ട് ഒരു പെട്രോൾ പമ്പ്. 3 പെട്രോൾ പമ്പിൽ കയറി. 3 പെട്രോൾ പമ്പിലും അവർ കാർഡ് എടുക്കുന്നില്ല, ക്യാഷ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാഷ് വെച്ചിട്ട് ഞാൻ പെട്രോൾ അടിച്ച്. പക്ഷെ അതൊരു ചെറിയ 700 ലക്ക് അല്ലേ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത് കയറിയില്ല ഇതിനകത്ത്. ഇനിയിപ്പം പെട്രോൾ പമ്പ് എത്താനായി. അവിടെ കാർഡ് പൈസ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ. ഇവിടെ ഒരു ATM താഴെ ഇറങ്ങുമ്പോൾ. അയ്യോ, എപ്പോഴും കയ്യിൽ പൈസ കരുതിക്കോട്ടല്ലേ, നല്ലോണം പെടും. നമ്മൾ 5 കിലോമീറ്റർ അതിൻ്റെ ഇടക്ക് നമ്മൾ നോക്കി റേഞ്ച് 5 കിലോമീറ്ററിൽ മെല്ലെ ഇറങ്ങി പോയി. മെല്ലെയാണ് വന്നത്. ശരിക്കും സീനാട്ടോ. വെച്ച് പെട്ടുപോയിട്ടുണ്ടെങ്കിലല്ലേ മലേൻ്റെ വില വിട്ട് ഈ ഒട്ടുക്കത്തെ ചൂടും ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല അവസ്ഥയായിരിക്കും. ഇത് ഡീസലാടാ. എൻ്റെ അവസ്ഥ ഗൈസ്, ഇവിടെ പെട്രോൾ ഇല്ല. പെട്രോൾ കഴിഞ്ഞു പോയി. നമുക്കാണെങ്കിൽ 0 കിലോമീറ്റേഴ്സ് കാണിക്കുകയും ചെയ്യുന്നു. വണ്ടി നിന്നു പോകുന്ന അറിയില്ല. റെഡ് കത്താൻ തുടങ്ങി. ഇനി 3 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാലേ പെട്രോൾ പമ്പ് ഉള്ളൂ. ഇതാണെങ്കിൽ ഇറക്കുവാണ് മല. അടുത്തു 900 മീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊന്നും കാണുന്നില്ലല്ലോ.
ഷിറ്റ്, നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമ്മള് പെട്രോൾ പമ്പ് എവിടെയെങ്കിലും പെട്രോൾ എനിക്കോ ഇൻഡിക്കേറ്റർ ഇട്ട് അപ്പുറത്തും ഉണ്ട്, പേടിക്കണ്ട. തൊട്ടപ്പുറത്തൊന്നും കൂടി ഉണ്ട്. ഇവിടെ ഇല്ലെങ്കിലും സീനില്ല. എന്റെ മോനെ നമ്മൾ പെട്രോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായില്ല. സീറോയില്ലേ, അത് റെഡ് ലൈറ്റ് ഇങ്ങനെ കത്തി 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 വരുമ്പോൾ ഓ മൈ ഗോഡ്, ഞാൻ ശരിക്കും പേടിച്ചിന്. താങ്ക് യു. ബില്ലൊക്കെ തരുന്നുണ്ട്, ബില്ലൊക്കെ വായിക്കട്ടെ. സന്തോഷമായി എന്തായാലും പെട്രോൾ അടിച്ചില്ലേ ഗൈസ്. നമ്മൾ തിരാന സിറ്റി ഏകദേശം സിറ്റി എത്തി. ഒരു 3 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഭയങ്കര റഷാണ്. പക്ഷെ ഇവിടുന്ന് മൗണ്ടൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ, നോക്കിയാൽ ഗൈസ്. അപ്പം നമ്മളിതാ തിരാനയിലെ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പണിങ് പ്ലേസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കുറേ ആൾക്കാരും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതാ എൻ്റെ ഇപ്പുറത്ത് കാണുന്നതെന്ന് ഇത് ക്യാസിലാണെന്ന് തോന്നുന്നു, ഗൂഗിളിൽ അങ്ങനെയാണ് പറഞ്ഞത്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അപ്പോൾ ഇതാണ് കൂളിംഗ് സ്റ്റേഷൻ. ഇതിലൂട്ട് പോകുമ്പോൾ കുറച്ച് വെള്ളം നമ്മൾ മേലെ ഇങ്ങനെ സ്പ്രേ ചെയ്യും. നമുക്ക് നോക്കാം. കൊള്ളാട്ടാ, നല്ല സെറ്റപ്പ്. നമുക്ക് തണുപ്പ്, ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചൊരു സെറ്റപ്പാണ്. അത് കൊള്ളാം, നൈസ്. അപ്പോൾ ഇതാണ് നോക്ക്, ഫുള്ളൊരു നമ്മൾ തിരാനോട് ബൈ ബൈ പറഞ്ഞ് തിരിച്ച് UK പോവുകയാണ്. എനിക്ക് പോകണ്ട, എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ട് പോകണമെന്നേ ഇല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ അൽബേനിയ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിസ വേണ്ട, ടിക്കറ്റിന് പൈസ കുറവാണ്. UK വരുന്ന ആൾക്കാർക്ക് വിസ വേണ്ട. ഇന്ത്യത്തെ കാര്യം എനിക്കറിയില്ല. പിന്നെ ടിക്കറ്റ് ഭയങ്കര റേറ്റ് കുറവാണ്, നേരത്തെ ബുക്ക് ചെയ്താൽ മതി. ഹോട്ടൽസിന് ഭയങ്കര റേറ്റ് കുറവാണ്. പിന്നെ മാക്സിമം ടിരാനയും ഷാമിലൊക്കെ 1 ഡേ നിൽക്കാൻ നോക്കാം. ബ്ലൂ ഐ അത്രമാത്രം കാണാനൊന്നുമില്ല. ഹൈപ്പിനൊത്തൊന്നും എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം നമുക്ക് ടിരാനോട് ബൈ പറയാം. അപ്പോൾ നമുക്ക് UK പോവാം ഗൈസ്. നമ്മുടെ ഫ്ലൈറ്റ് 9:30 അപ്പോൾ ഞാനിനി എയർപോർട്ടിലുള്ളതും ഫ്ലൈറ്റ് കയറുന്നൊന്നും എടുക്കുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. നമുക്ക് അടുത്തൊരു കൺട്രിയിലേക്ക് പോകാൻ പോകുന്നുണ്ട്. ആ ബ്ലോഗുമായിട്ട് കാണുന്നത് വരെ